നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 2024 ജൂൺ മാസം 30 ശനിക്ക് വക്രം സംഭവിക്കുകയാണ്. ശനിയുടെ വക്രം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകാരെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പാദത്തിൽ വെച്ചാണ് ശനിക്ക് ഇപ്രാവശ്യം വക്രം സംഭവിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. ഇതുകൂടാതെ ഈ വരുന്ന 2024 ജൂൺ മാസം 8 രാഹു ശനിയുടെ തന്നെ നക്ഷത്രമായ ഉത്രട്ടാതിയിലും വരുന്നതാണ്. അപ്പോൾ ഈ ശനിയുടെ വക്രം വ്യാഴനെയും രാഹുവിനെയും സ്വാധീനിക്കുന്നതായി കാണാം. ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം 2024 ജൂൺ മാസം 30 മുതൽ 2024 നവംബർ 15 വരെയുള്ള ഏകദേശം 4.5 മാസത്തോളമാണ്. ശനി എന്ന് പറയുന്നത് ഒരു കാർമിക് പ്ലാനറ്റാണ്. രാഹു എന്ന് പറയുന്നത് നമ്മുടെ മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീകമാണ്. വ്യാഴൻ ഈശ്വരാനുഗ്രഹത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഒരു ഗ്രഹവുമാണ്. ആദ്യം നമുക്ക് മേടം രാശിയിൽ ജനിച്ചവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേടം രാശിയിലെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ്. ഇവരുടെ 10ഉം 11ഉം ഭാവാധിപനാണ് ശനി. ഇപ്പോൾ 11ാം ഭാവമായ കുംഭത്തിൽ വെച്ചാണ് ശനിക്ക് വക്രം സംഭവിക്കുന്നത്. ശനി ഇവർക്ക് കർമാധിപനും ലാഭാധിപനുമാണ്. ഇവരുടെ ലാഭസ്ഥാനത്ത് കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനിയാണ് ഈ ജൂൺ 30 മുതൽ പുറകിലോട്ട് സഞ്ചരിക്കുന്നത്. നമ്മുടെ കർമാധിപൻ പിന്നിലോട്ട് സഞ്ചരിക്കുമ്പോൾ അത് നമ്മൾ ഈ അടുത്ത കാലത്തിലെങ്ങോ ചെയ്യാൻ വിട്ടുപോയ ഒരു കർമ്മം പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പിൻവാങ്ങൽ ആണെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലുമാകാം. അതുമല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതെന്തോ വീണ്ടെടുക്കുവാനുള്ള ഒരു പിൻവാങ്ങലുമാകാം. മേടം രാശിക്കാരുടെ കർമാധിപനും കർമ്മത്തിൻ്റെ കാരകനും ശനിയാണ്. ഈ ശനി ഇപ്പോൾ വക്രത്തിൽ വരുമ്പോൾ നമ്മുടെ കർമ്മമേഖല വീണ്ടും ആക്ടിവേറ്റ് ആവുകയാണ്. ഇപ്പോൾ നമ്മിലുള്ള ഉത്തരവാദിത്വങ്ങളും ചുമതലകളുമൊക്കെ വർദ്ധിക്കുന്നതാണ്. താൻ ആരാണെന്നും തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം എന്താണെന്നും ഈ വക്രത്തിലൂടെ ശനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്ന തൊഴിൽ സംരംഭങ്ങളോ പുനരാരംഭിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു തൊഴിലിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടും ലഭിക്കാതെ പോയ ആ തൊഴിലിനായി വീണ്ടും പരിശ്രമിക്കുവാനുള്ള ഒരു അവസരമാകാം ഇത്. 10ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഒരു വ്യക്തിയുടെ കീർത്തി, യശസ്, പൊതുജനങ്ങൾക്കിടയിലെ മതിപ്പ് എന്നിവയൊക്കെയാണ്. നഷ്ടപ്പെട്ടു പോയ പേരും പെരുമയും തിരിച്ചു പിടിക്കുവാനുള്ള ഒരു അവസരമായിരിക്കാം ഇത്. കൂടാതെ മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പ് തിരിച്ചു പിടിക്കാനായി എന്നും വരാം. അതുപോലെ 10ാം ഭാവം പദവികളെയും സ്ഥാനമാനങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാകയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചു വരുവാനുള്ള സാഹചര്യം ഈ ശനിവക്രം നിങ്ങൾക്ക് അവസരമൊരുക്കി തന്നു എന്നും വരാം. വിദേശ രാജ്യത്തു നിന്നും നാട്ടിൽ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ വീണ്ടും വിദേശത്ത് പോകാൻ അവസരം ലഭിക്കുന്നതാണ്. തലനാരിഴയ്ക്ക് ഒരു പ്രമോഷനൊക്കെ തട്ടിമാറിപ്പോയവർക്ക് വീണ്ടും ഒരവസരം കൂടി ലഭിച്ചു എന്നും വരാം. ഇപ്പോൾ അനുകൂലമായ ദശയോ അപകാരമോ ഒക്കെ നടക്കുന്നവർക്ക് ശനിയുടെ ഈ വക്രം തൊഴിലിൽ പുതിയ ഓപ്പർച്യൂണിറ്റികൾ കൊണ്ടുതരുന്നതാണ്. ഇപ്പോൾ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴനും ഗുണഫലം തന്നെയാണ് കൊടുക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും ഇപ്പോൾ അനുകൂല ഫലങ്ങൾ കൊണ്ടുതരുന്നതാണ്. ഇടവക്കൂറുകാർക്ക് 9ാം ഭാവത്തിൻ്റെയും 10ാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനി. അതായത് ധർമ്മകർമാധിപനാണ്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് രാജയോഗം കൊടുക്കുന്ന ഗ്രഹവും ശനിയാണ്. ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്. ഇവരുടെ കർമ്മസ്ഥാനത്ത് നിന്നും ധർമ്മസ്ഥാനത്തേക്കുള്ള പാതയിൽ പിന്തിരിഞ്ഞ് സഞ്ചരിക്കുന്ന ശനി നമ്മൾ മറന്നുവെച്ച ഏതോ ധർമ്മസംബന്ധമായ കർമ്മത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇതുകൂടാതെ ജ്ഞാനത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ഒരു അറിവും ഉൾക്കാഴ്ചയും ഈ ശനി നിങ്ങൾക്ക് കൊണ്ടുതരുന്നു. നിങ്ങളുടെ കർമ്മങ്ങൾ ധർമ്മത്തിലൂന്നിക്കൊണ്ടുള്ളതായിരിക്കണം എന്ന് ശനിയുടെ ഈ വക്രം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തീർത്ഥാടനങ്ങൾക്കും ആത്മീയവും മതപരവുമായ പ്രവർത്തനങ്ങൾക്കും അവസരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പിതാവിൻ്റെയോ പിതൃതുല്യരായവരുടെയോ ഒരു കർമ്മം ബാക്കിയുണ്ട് എന്ന് ഈ ശനി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ അകലെ താമസിക്കുന്ന പിതാവിൻ്റെ അടുക്കലേക്കുള്ള ഒരു തിരിച്ചുപോക്കുമാകാം. അതുമല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിലെങ്കിലും അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഉണർന്നു വന്നു എന്നും ഇരിക്കും. നിങ്ങൾ ഉപരിപഠനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരം ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടുന്നതാണ്. നിങ്ങൾക്കൊന്നുകൂടി അതിനായി ശ്രമിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും നഷ്ടപ്പെട്ട പല അവസരങ്ങളും ഇപ്പോൾ വീണ്ടും വന്നു ചേരുന്നതുമാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ ധർമ്മത്തിലൂന്നിയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായും ശനി ഈ അവസരത്തിൽ നിങ്ങളുടെ കർമ്മമേഖലയിൽ ഒരു ഉയർച്ച നൽകുന്നതാണ്.
അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ കർമ്മമെങ്കിൽ ശനി നിങ്ങളുടെ മനസ്സിൽ ഒരു ധർമ്മബോധം കൊണ്ടുതരുന്നതുമാണ്. ശനി നിങ്ങളുടെ ഭാഗ്യാധിപനാണ്. ഇപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്കുള്ള പാതയിലൂടെ ശനിയുടെ ഈ പിൻവാങ്ങൽ നിങ്ങൾക്ക് പല ഭാഗ്യാനുഭവങ്ങളും കൊണ്ടുതരുന്നതാണ്. ജന്മക്കൂറിൽ നിൽക്കുന്ന വ്യാഴൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാൻ ഈ ശനിയുടെ വക്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. തൊഴിൽ സംബന്ധമായി ധാരാളം ദീർഘയാത്രകൾ ചെയ്യാൻ ഇപ്പോൾ ഇടവരും. തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും ഇത്. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങളും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. മിഥുനക്കൂറുകാരുടെ 8ഉം 9ഉം ഭാവാധിപനാണ് ശനി. 8ാം ഭാവം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ആയുസ്സിൻ്റെ ഭാവമാണ്. ശനി ആയുസ്സിൻ്റെ കാരകനുമാണ്. മിഥുനക്കൂറുകാരുടെ ഭാഗ്യാധിപനും ശനിയാണ്. അപ്പോൾ ഭാഗ്യാധിപൻ്റെ ആയുർഭാവത്തിലേക്കുള്ള മടക്കം നിങ്ങളുടെ ആയുസ്സിൻ്റെ ബലം വർദ്ധിപ്പിക്കും എന്ന് പറയാതെ തരമില്ല. ഇപ്പോൾ നടക്കുന്ന ദശാപകാരങ്ങൾ ആയുസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ദോഷകരമാണെങ്കിൽ കൂടിയും ശനിയുടെ ഈ വക്രം ആ ദോഷങ്ങൾ പരിഹരിക്കുവാൻ സഹായകരമാണ്. ഭാഗ്യാധിപൻ അഷ്ടമത്തിലേക്കുള്ള പാതയിലേക്ക് പിന്തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ, അഷ്ടമം എന്ന് പറഞ്ഞാൽ ദുർഘടമായൊരു പാതയാണ്. നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും നോവിൻ്റെയും ഒക്കെ ഒരു വേദിയാണ്. അവിടേക്കാണ് ഇപ്പോൾ ഭാഗ്യാധിപൻ വരുന്നത്. ഈ ഭാഗ്യാധിപൻ അഷ്ടമത്തിൻ്റെ അധിപനും കൂടിയാണ് എന്നൊരു വസ്തുതയും നമ്മൾ ഓർക്കണം. ഒരു ഭാവത്തിൻ്റെ അധിപൻ തൻ്റെ ഭാവത്തിലേക്ക് വരുമ്പോൾ അനുകൂലമായ കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, കുംഭത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇപ്പോൾ മകരം രാശിയിൽ പ്രവേശിക്കുന്നില്ല. കുംഭത്തിൽ തന്നെയാണ് ശനിയുടെ വക്രത്തിലുള്ള സഞ്ചാരം മുഴുവനും. എങ്കിലും അത് മകരത്തിന് നേർക്കുള്ള ഒരു പിൻവാങ്ങൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അഷ്ടമത്തിലേക്കുള്ള പാതയിൽ എന്ന് പറയാൻ കാരണം. 9ാം ഭാവത്തിൻ്റെയും അഷ്ടമത്തിൻ്റെയും അധിപൻ 9ൽ തന്നെ അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അഷ്ടമത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല ഒരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശയും അപകാരവും നല്ലതാണെങ്കിൽ. അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് 8ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ മാറാവ്യാധികൾ, തോൽവി, പരാജയം, കേസ്, വഴക്കുകൾ, ശിക്ഷ, ദുഃഖാനുഭവങ്ങൾ ഇതെല്ലാം നമുക്ക് 8 കൊണ്ട് ചിന്തിക്കാം. എന്നാൽ ശനിയുടെ ഈ വക്രം ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അനുകൂലമായ ഒരു സാഹചര്യത്തെയാകും കൊണ്ടുതരുന്നത്. ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെയേറെ ആശ്വാസവും പ്രതീക്ഷകളും ഇപ്പോൾ ലഭിക്കുന്നതാണ്. ഒരു പക്ഷേ തന്നെ ബാധിച്ചിരിക്കുന്ന രോഗം എന്താണെന്ന് മനസ്സിലാകാതെ മനസ്സിലറി നടന്നിരുന്നവർക്ക് ആ രോഗം എന്താണെന്ന് നിർണ്ണയിക്കുവാനും അനുയോജ്യമായ ചികിത്സകൾ ലഭ്യമാക്കാനും ഇപ്പോൾ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളും ലഭ്യമാകുന്നതാണ്. അതുപോലെ കടം കൊണ്ട് വലഞ്ഞിരിക്കുന്നവർക്കും ദാരിദ്ര്യ ദുഃഖത്താൽ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അവരുടെ കഷ്ടപ്പാടുകളിലേക്ക് ദൈവത്തിൻ്റേതായ ഒരു കരം നീണ്ടുവരുന്നതായി അനുഭവപ്പെടാം. അവരുടെ ദുഃഖമകറ്റുവാൻ, സങ്കട നിവൃത്തി വരുത്തുവാൻ അപ്രതീക്ഷിതമായ ഏതെങ്കിലും ഒരു വഴി തുറന്നു വരുന്നതാണ്. നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ്. അതിൽ താല്പര്യമുള്ളവർക്ക് പഠിക്കുവാൻ ഒരവസരം ഉരുത്തിരിഞ്ഞു വരുന്നതുമാണ്. നമ്മുടെ മുന്നിൽ നിഗൂഢമായി കിടന്നിരുന്ന പല രഹസ്യങ്ങളുടെയും ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാനും അത് അനാവരണം ചെയ്യാനും ഈ ശനി വക്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി കുറച്ച് ധനം കയ്യിൽ വന്നു ചേരാനിടയുണ്ട്. കേസുകൾ എന്തെങ്കിലും തീർപ്പാകാതെ കിടക്കുന്നവർക്ക് നമുക്ക് അനുകൂലമായ രീതിയിൽ തീർപ്പാക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരു ഡിവോഴ്സിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിനും അനുകൂലമായ ഒരു വിധി ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശനിയുടെ വക്രഗതി മിഥുനക്കൂറുകാർക്ക് വളരെയേറെ ആശ്വാസം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ തിരുവാതിരക്കാർക്കാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഇവരുടെ 7ഉം 8ഉം ഭാവാധിപനാണ് ശനി. 8ാം ഭാവത്തിൽ നിന്നും 7ലേക്കുള്ള ഒരു പിൻവാങ്ങലിലാണ് ശനി ഇപ്പോൾ. കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവുമാണ്. 7ാം ഭാവം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ജീവിത പങ്കാളിയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ 8ാം ഭാവത്തിൽ നിന്നും 7നെ ലക്ഷ്യമാക്കിയുള്ള ശനിയുടെ വക്രഗതി നമ്മുടെ ജീവിത പങ്കാളിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മാനസികമോ ശാരീരികമോ ആകാം. 7ാം ഭാവം യാത്രയെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാകയാലും ശനിയുടെ ഗതി വക്രമാകയാലും വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലോ തൊഴിൽ ചെയ്യുന്നവർ തൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ തൻ്റെ പ്രണയിനിയുടെ അടുത്തേക്കോ ഉള്ള ഒരു തിരിച്ചുപോക്കിനെ സൂചിപ്പിക്കുന്നു. ഇനി മാനസികമായ ഒരു തിരിച്ചുപോക്കാണെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം പിണങ്ങിപ്പിരിഞ്ഞിരിക്കുന്നവർക്ക് ആ തെറ്റിദ്ധാരണകൾ മാറി അനുരഞ്ജനത്തിൻ്റെ ഒരു പാത ശനി ഇവിടെ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ 8ാം ഭാവം ഡിവോഴ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണല്ലോ. ഇപ്പോൾ ഡിവോഴ്സ് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൗൺസിലിങ്ങിലൂടെ വീണ്ടും ഒന്നിച്ചു ചേരാൻ ഒരവസരവും ഇവിടെ തുറന്നു കിട്ടുകയാണ്. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ഒന്നിപ്പിക്കുവാൻ ശനി ഇവിടെ ഒരു ശ്രമം നടത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇരു കൂട്ടർക്കും അനുകൂലമായ ഒരു ദശയും അപകാരവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശനി തൻ്റെ ധർമ്മം ഇവിടെ തീർച്ചയായും ചെയ്തിരിക്കും.
ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ ഒരു സഹായമോ സാമീപ്യമോ ആവശ്യമായി വരാം. അവരുടെ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മുടെ ഒരു പങ്കാളിത്തം ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സും കൂടിയാണല്ലോ. ശനിയുടെ ഈ തിരിച്ചുപോക്ക് പാർട്ണർമാർ തമ്മിലുള്ള പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റി പുതിയൊരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം തുറന്നിടുന്നതാണ്. നമ്മുടെ നേരെ എതിരെ നിൽക്കുന്നവരെല്ലാം 7ാം ഭാവമാണ്. നമ്മുടെ നേരെ വരുന്ന ശത്രുക്കളും 7ാം ഭാവമാണ്. പല ശത്രുക്കളുമായിട്ടും ഒരു സന്ധി സംഭാഷണം നടത്താനും ശത്രുതകൾ ഉപേക്ഷിച്ച് പരസ്പരം കൈകൊടുക്കുവാനും ഇപ്പോൾ ഒരവസരം വരുന്നതാണ്. ചെറുതും വലുതുമായ യാത്രകൾ ഇപ്പോൾ ചെയ്യാനിട വരും. കുട്ടികളില്ലാതെ വളരെ കാലമായി വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് ഒരു കുട്ടിയെ ദത്തെടുത്താലോ എന്ന ഒരു ചിന്ത ഉടലെടുക്കുകയും അതിലേക്കുള്ള നടപടിക്രമത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനുമുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നു. വിവാഹാലോചനകൾ മുടങ്ങിപ്പോയവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരാം. ഒരിക്കൽ വന്നിട്ട് പോയ ഒരാലോചന തന്നെ വീണ്ടും വന്നു എന്നും വരാം. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഇവർക്ക് അത്ര അനുകൂലനല്ല. ഇവരുടെ 6ഉം 7ഉം ഭാവാധിപനാണ് ശനി. ശനി ഇവരുടെ പ്രാരാബ്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹവുമാണ്. 7ൽ നിന്നും 6ലേക്കാണ് ശനി ഇപ്പോൾ പിന്തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്. 6 എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കൾ, രോഗങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, ദാരിദ്ര്യം മുതലായ കാര്യങ്ങളാണല്ലോ. ഈ 6ലേക്കുള്ള ശനിയുടെ പിൻവാങ്ങൽ അത്ര നന്നല്ല. ഒരിക്കൽ നമുക്ക് വന്നിട്ട് പോയ അസുഖം വീണ്ടും വരുവാനുള്ള ഒരു സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ശനി രോഗത്തിൻ്റെ കാരകൻ കൂടിയായിരിക്കുമ്പോൾ ശനിയുടെ ഈ പിൻവാങ്ങൽ നമ്മൾ നന്നായി കരുതിയിരിക്കണം എന്ന് തന്നെയാണ് ശനി നമ്മോട് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഒരിക്കൽ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വീണ്ടും കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മെ ചികിത്സിച്ച ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. ഇതിൽ യാതൊരുവിധ ഉദാസീനതയും കാണിക്കുവാൻ പാടില്ല. ഇതെടുത്ത് പറയുവാൻ കാരണം ജൂലൈ 8-ാം തീയതി മുതൽ രാഹുവും അഷ്ടമത്തിൽ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. തീർച്ചയായും ഈ കാലഘട്ടം വളരെ സൂക്ഷിക്കണം. അതുപോലെ ഒരിക്കൽ നമ്മളുമായിട്ട് ശത്രുവായിരുന്നിട്ട് പോയവർ വീണ്ടും തിരിച്ചു വരാം. മാത്രമല്ല നമ്മൾ കടം വാങ്ങിയിരുന്നവർ നിരന്തരം നമ്മെ ശല്യപ്പെടുത്തി എന്നും വരാം. ലോൺ കുടിശ്ശിക അടയ്ക്കുവാൻ കാണിച്ചുകൊണ്ട് ബാങ്കിൻ്റെ നോട്ടീസും വരാം. ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി കോടതിയിൽ നിന്നും ഒരു സമൻസ് വരാം. നമ്മൾ ഏതെങ്കിലും കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ സ്ഥിതിഗതികൾ നമുക്ക് വിപരീതമാകാം. സാമ്പത്തികമായ ഞെരുക്കം സംഭവിക്കാം. നമ്മൾ തൊഴിൽ ചെയ്യുന്ന മേഖലകളിൽ ശത്രുക്കളുണ്ടാകാം. സഹപ്രവർത്തകർ നമുക്കെതിരായി തിരിയാം. തൊഴിലിലുള്ള ബാധ്യതകളും അധ്വാനങ്ങളും കൂടാം. എന്തിനും മറ്റുള്ളവരുടെ കുറ്റവും പഴിചാരലും കേൾക്കാനിട വരാം. ബിസിനസ് പാർട്ണർമാരുമായി തെറ്റിപ്പിരിയാം. അല്ലെങ്കിൽ അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ മുഷിച്ചിലുകളോ ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായി മാനസികമായും ശാരീരികമായും ഒരു അകൽച്ചയും ഉണ്ടാകാം. ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ലൈംഗികപരമായി ഒരു വിരക്തിയും ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായി ശത്രുത വരെ ഉണ്ടാകാം. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മുടെ ബുദ്ധിക്കും ചിലപ്പോൾ ഒരു സ്ഥിരത ഇല്ലാത്തതുപോലെ തോന്നാം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ഇപ്പോൾ സാധിച്ചില്ല എന്നും വരാം. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളോ കണ്ണിന് രോഗങ്ങളോ ഉണ്ടാകാം. പൊതുവെ നോക്കുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ ശനിയുടെ വക്രം കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. 8ൽ സഞ്ചരിക്കുന്ന രാഹുവും 10ൽ സഞ്ചരിക്കുന്ന വ്യാഴനും 2ൽ സഞ്ചരിക്കുന്ന കേതുവും ഈ ബുദ്ധിമുട്ടുകളെ ഒന്നുകൂടി സാധൂകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അനുകൂലമായ ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർ വലുതായിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ലാഞ്ചന വന്നിട്ട് അങ്ങ് പോകും, അത്ര തന്നെ. എന്നാൽ ദശയോ അപകാരമോ മോശമാണെങ്കിൽ അല്പം സൂക്ഷിക്കുക തന്നെ വേണം. ഈ വീഡിയോയുടെ അവസാനം പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പരിഹാരങ്ങൾ ചെയ്ത് ശനിദോഷ നിവൃത്തി വരുത്തിക്കൊള്ളേണ്ടതാണ്. കന്നിക്കൂറുകാർക്ക് 5ഉം 6ഉം ഭാവാധിപനാണ് ശനി. കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്. ഇവരുടെ 6ാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയാണ് വക്രത്തിൽ 5ാം ഭാവത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. 5ാം ഭാവം പ്രധാനമായും സൂചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ്. ഇതുകൂടാതെ 5ാം ഭാവം നമ്മുടെ ബുദ്ധിയുടെ വിവിധ തലങ്ങളെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങളെയും 5ാം ഭാവം സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ശനി ഒരിക്കലും നമ്മുടെ 5ാം ഭാവത്തിൽ പ്രവേശിക്കുന്നില്ല. തീർച്ചയായും 6ാം ഭാവത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ 5ാം ഭാവത്തിൻ്റേതായ ഒരു റിഫ്ലക്ഷൻ സംഭവിക്കുന്നു എന്ന് മാത്രം. വളരെ നാളായി ഒരു കുഞ്ഞിനെ ലഭിക്കാത്ത ദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ടി ഒരു IVF എടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ ഒരു റിസൾട്ടും ലഭിക്കാം. 5ാം ഭാവാധിപനായ ശനിയുടെ 6ലെ വക്രം, വ്യാഴൻ്റെ 9ലെ സ്ഥിതിയും ജന്മക്കൂറിലേക്കും 5ലേക്കുമുള്ള ദൃഷ്ടിയും സന്താന വിഷയത്തിൽ അനുകൂലമായ ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളിലും ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യവും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ലതിനെ ഉൾക്കൊള്ളാനും നല്ലതല്ലാത്തതിനെ തിരസ്കരിക്കുവാനും സാധിക്കുന്നു.
ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പ്രകടിപ്പിക്കുവാനും അതിൽ അംഗീകാരങ്ങൾ നേടുവാനും ഇപ്പോൾ സാധിക്കുന്നതാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ഒരവസരം കൂടി ലഭിക്കുന്നതാണ്. ഒരവസരം കൂടി എന്ന് പറയാൻ കാരണം നേരത്തെ ശ്രമിച്ചിട്ട് കിട്ടാതെ പോയ ഒരു സീറ്റിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. റൊമാൻറ്റിക് പരമായ കാര്യങ്ങൾക്ക് ഒരു അനുകൂല സാഹചര്യമായിരിക്കും ഇത്. എങ്കിലും വെറുതെ സമയം പോക്കാനുള്ള ഒരു റൊമാൻസോ ബാലിശമായ ഒരു റൊമാൻസോ ആണെങ്കിൽ തീർച്ചയായും തിരിച്ചടികൾ കിട്ടും. കാരണം 5ലേക്ക് സഞ്ചരിക്കുന്ന ശനി ദുർബലമായ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രഹമല്ല. അതുപോലെ 5ലേക്ക് നോക്കുന്ന വ്യാഴനും. രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ടുള്ള ഗ്രഹങ്ങളാണ്. അതിനാൽ പക്വമായ പ്രണയത്തിനെ ഇവിടെ സ്ഥാനമുള്ളൂ. അതുപോലെ പ്രണയം ഭാവിച്ച് മുതലെടുക്കുവാൻ നോക്കുന്നവർക്കും ഇവിടെ നല്ല തിരിച്ചടികൾ പ്രതീക്ഷിക്കാം. പിണങ്ങിയിരുന്ന 2 പ്രണയിതാക്കൾക്ക് തങ്ങളുടെ പിണക്കവും തെറ്റിദ്ധാരണകളും മാറി ഒന്നിച്ചു ചേരുവാനുള്ള ഒരു അവസരവും ഒത്തുവരാം. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകളെ മാറ്റുരച്ചു നോക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. സാഹിത്യരചന, ചിത്രരചന, നാടകം, ഡാൻസ്, സിനിമ മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അതിലേക്ക് തുടക്കം കുറിക്കുവാനിരിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ട അവസരം ഒന്നുകൂടി കിട്ടുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഒരു ഭാഗ്യം കടാക്ഷിച്ചു എന്നും വരാം. ലോട്ടറി, ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് ഈ മേഖലയിൽ നിന്നും ചെറിയൊരു നേട്ടം പ്രതീക്ഷിക്കാം. ആത്മീയപരമായതും ആധ്യാത്മികപരമായതും ആയിട്ടുള്ള ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഈശ്വരവിശ്വാസവും വർദ്ധിക്കുന്നതാണ്. തുലാക്കൂറുകാരുടെ 4ഉം 5ഉം ഭാവാധിപനാണ് ശനി. തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇവരുടെ 5ാം ഭാവാധിപൻ തൻ്റെ തന്നെ മറ്റൊരു രാശിയായ 4ലേക്ക് സഞ്ചരിക്കുകയാണ്. 5ൽ നിന്നും 4ലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് 4ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു പുനർചിന്തനം നമ്മിൽ ഉണ്ടാക്കിയേക്കാം. 4ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കർമ്മം പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കാം ശനിയുടെ ഈ വക്രഗതി. 4ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ തറവാടും ജനിച്ച വീടുമൊക്കെയാണല്ലോ. നമ്മൾ തറവാട്ടിൽ നിന്നും ജനിച്ച വീട്ടിൽ നിന്നുമൊക്കെ വിട്ടകന്ന് വിദൂരതയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജന്മനാട്ടിലേക്കും കുടുംബ വീട്ടിലേക്കും താൽക്കാലികമായിട്ടെങ്കിലും ഒരു തിരിച്ചുപോക്ക് ഇപ്പോൾ അനിവാര്യമാകുന്നതാണ്. അതേപോലെ ജനിച്ച നാടിനെക്കുറിച്ചും ജനിച്ച വീടിനെക്കുറിച്ചുമൊക്കെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ചില ചിന്തകൾ മനസ്സിൽ ഇപ്പോൾ ഉണർന്നു വരുന്നതാണ്. അതേപോലെ അമ്മയെക്കുറിച്ചുള്ള ചില ഓർമ്മകളും. മാത്രമല്ല അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ ബാക്കി വെച്ച ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും ഈ കാലഘട്ടത്തിൽ ഒരവസരം ലഭിക്കുന്നതാണ്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ ഇവരിൽ ചിലരെയെങ്കിലും കണ്ടുമുട്ടാനും സ്നേഹം പങ്കുവയ്ക്കുവാനുമുള്ള അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നതാണ്. പണ്ട് നമ്മൾ കൈവിട്ടു പോയ വീടോ പ്രോപ്പർട്ടിയോ തിരിച്ചു പിടിക്കുവാൻ ഒരവസരമുണ്ടായേക്കാം. അതുപോലെ മുമ്പ് നമ്മുടെ കൈവശമുണ്ടായിരുന്ന ഒരു വാഹനവും തിരികെ നമ്മുടെ അടുക്കൽ വന്നു ചേരാം. നിങ്ങൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ വീണ്ടും കൃഷി ഇറക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ്. ഏതെങ്കിലും കാരണങ്ങളാൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്ക് ആ വിദ്യാഭ്യാസം വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. കുടുംബക്ഷേത്രം സന്ദർശിക്കുവാനും ഇടയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കിട്ടുന്ന സമയമാണ്. നമ്മുടെ സ്വന്തമായ ഭൂമി വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കാനും കുളം, കിണർ എന്നിവ വൃത്തിയാക്കാനും പുതിയ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിത നിലവാരം പഴയതിലും ഒന്നുകൂടി മെച്ചപ്പെടാം. ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം ഫലപ്രദമാകും എന്ന് പറയാനൊക്കെയുള്ളൂ. മാത്രമല്ല ഇതെല്ലാം പൊതുവായ ഫലങ്ങളാണ്. അതിനാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംഭവിച്ചു കൊള്ളണമെന്നില്ല. എങ്കിലും ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഈ 5.5 മാസത്തിനകം അനുഭവത്തിൽ വരുന്നതായി കാണാം. എന്നാൽ 6ൽ രാഹു ശനിയുടെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ശത്രുക്കൾ വർദ്ധിക്കുവാനിടയാക്കും. ചില നിയമപ്രശ്നങ്ങളും ഉണ്ടാകാം. ഇക്കാര്യം മുൻകൂട്ടി കണ്ട് ആൾക്കാരോട് അല്പം കൂടി അനുനയ രൂപത്തിൽ ഇടപെടുക. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴനും ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടുതരാം. എങ്കിലും വ്യാഴൻ്റെ ദൃഷ്ടി നമ്മുടെ ധനസ്ഥാനത്തും 4ാം ഭാവത്തിലും പതിയുമ്പോൾ ധനപരമായ കാര്യങ്ങൾക്കും ഭൂമി, സ്വത്ത്, വീട് തുടങ്ങിയ കാര്യങ്ങൾക്കും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക. അമ്മയ്ക്കും നല്ല ഫലം പ്രതീക്ഷിക്കുക. മനസ്സുഖവും ഇപ്പോൾ ലഭിക്കുന്നതാണ്. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയുമാണ്. ഈ കൂറുകാരുടെ 3ഉം 4ഉം ഭാവാധിപനാണ് ശനി. ഇവരുടെ 4ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി 3ലേക്ക് ഒരു പിൻവാങ്ങലാണ് ഇപ്പോൾ നടത്തുന്നത്. ശനി 4ൽ സഞ്ചരിക്കുന്നത് കണ്ടകശനിയാണല്ലോ. വീട്, അമ്മ, വാഹനം, മനസ്സുഖം, ബന്ധുക്കൾ, അമ്മാവന്മാർ ഇതെല്ലാം ചിന്തിക്കുന്നത് 4ാം ഭാവം കൊണ്ടാണല്ലോ. അപ്പോൾ 4ൽ സഞ്ചരിക്കുന്ന ശനി ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടുതരുന്നതാണ്. എന്നാൽ 4ൽ നിന്നും ശനി പിന്തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ ജൂൺ 30 മുതലുള്ള 5.5 മാസക്കാലം കുറച്ച് ആശ്വാസം നൽകുന്നതാണ്.
ഈ ശനി വക്രകാലത്ത് നിങ്ങളുടെ മനസ്സിന് പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു തൻ്റെയിടം കൈവരുത്തുന്നു. നമ്മുടെ സഹോദരങ്ങളുമായിട്ടും അയൽപ്പക്കക്കാരുമായിട്ടും നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുവാനും സാധിക്കുന്നു. അവരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ജൂൺ 30 ശേഷം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സൗഹൃദങ്ങൾ ചെറിയ രീതിയിലെങ്കിലും മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാനും ഇടവരും. കൊച്ചു കൊച്ചു ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം മുതലായ സോഷ്യൽ മീഡിയകളിൽ കണ്ടൻറ്റുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കൂടാതെ ജേർണലിസം, മീഡിയ മുതലായ മേഖലകളിലും ടെലികമ്മ്യൂണിക്കേഷൻ പോലെയുള്ള മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല റിസൾട്ട് കിട്ടുവാൻ സാധ്യതയുള്ള സമയമാണിത്. കൺസൾട്ടന്മാർ, വക്കീലന്മാർ, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ തുടങ്ങി സംസാരവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഇത് മികവ് തെളിയിക്കുവാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ബന്ധം ഒത്തുകിട്ടുവാനും വിവാഹം നടക്കുവാനും ഈ കാലഘട്ടം ഉത്തമമാണ്. പ്രണയപരമായ കാര്യങ്ങൾക്കും ഇത് അനുയോജ്യമാണെങ്കിലും ആരോഗ്യകരമായ പ്രണയങ്ങൾ മാത്രമേ ഇപ്പോൾ നിലനിൽക്കാറുള്ളൂ. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ഓൺലൈൻ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഈ ശനി കൊണ്ട് തരുന്നതാണ്. ഇപ്പോൾ ഓൺലൈൻ വഴി ബിരുദത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സോ പഠിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ദശയും അപകാരവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. എന്നാൽ മോശം ദശയോ അപകാരമോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ നന്നേ കുറഞ്ഞിരിക്കാം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുക്കൂർ. ഈ കൂറുകാരുടെ 2ഉം 3ഉം ഭാവാധിപനാണ് ശനി. ഇപ്പോൾ 3ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. 3ാം ഭാവാധിപൻ 3ൽ നിന്നുകൊണ്ട് തൻ്റെ മറ്റൊരു ഭാവമായ 2ലേക്ക് പിന്തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ 2ാം ഭാവത്തെ ഒരു നിമിഷം ഓർത്തു നോക്കണം. 2ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കുടുംബമാണ്, നമ്മുടെ പണമാണ്, സമ്പാദ്യമാണ്, നമ്മുടെ സംസാരശേഷിയാണ്, നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. 3ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി പെട്ടെന്നൊരു ദിവസം പിന്തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച ഒരു പെൻഡിങ് കർമ്മത്തെ അത് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇത്തരുണത്തിൽ ഓർത്തു പോകുന്നു. അത് നല്ല ചിന്തയാകാം, അല്ലെങ്കിൽ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ചിന്തയുമാകാം. നമ്മുടെ സമ്പാദ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെയാണോ വിനിയോഗിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ സമ്പാദ്യം കൊണ്ട് താൻ എന്തു നേടി എന്നൊരു ചിന്ത മനസ്സിൽ ഉയർന്നു വരാം. നമ്മുടെ സംസാരത്തെക്കുറിച്ചും അതുവഴി ഉണ്ടായ ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടാകാം. നമ്മൾ പറയാതെ ബാക്കി വെച്ചു പോകുന്ന ചില കാര്യങ്ങൾ വീണ്ടും തുറന്നു പറയുവാൻ ചില അവസരങ്ങൾ ഈ ശനി നമുക്ക് കൊണ്ടുതരുന്നു. ഓൺലൈൻ പഠനം മതിയാക്കി ഒരു ഡയറക്റ്റ് കോഴ്സിന് ചേർന്നാലോ എന്ന ഒരു ചിന്തയും മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. വ്യാഴൻ 6ൽ സഞ്ചരിക്കുന്നത് അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെങ്കിലും 10ലേക്കും 2ലേക്കും ദൃഷ്ടി ചെയ്യുന്നത് നമ്മുടെ സർവീസിനെയും സർവീസിൽ നിന്നുമുള്ള വരുമാനത്തെയുമാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ ശനിയുടെ വക്രം കൂടിയാകുമ്പോൾ തൊഴിൽ രംഗത്തുള്ള തടസ്സങ്ങളും സാലറിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുമൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. എങ്കിലും തൊഴിലിൽ അല്പം ഉത്തരവാദിത്തങ്ങളും കൂടാം. നിത്യവും ജോലിക്കായി യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വീടിനടുത്തേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടാനിടയുണ്ട്. അകലെ ഇരിക്കുന്ന സഹോദരങ്ങളിൽ ആരെങ്കിലും നമ്മുടെ വീട് സന്ദർശിക്കുവാനും ഇടയുണ്ട്. ഇപ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കും വീട് പണി സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കും അത്ര അനുകൂലമായ സമയമല്ല. നമ്മുടെ ഇടപാടുകൾക്കും കാലതാമസം നേരിടും. പലവിധ തടസ്സങ്ങളും ഉണ്ടാകും. അല്പം മനസ്സമാധാനക്കുറവും അനുഭവപ്പെടാം. അമ്മയ്ക്കും ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. മകരക്കൂറുകാരുടെ രാശിയുടെ അധിപനും 2ാം ഭാവത്തിൻ്റെ അധിപനും ശനിയാണ്. മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്. ഇവരുടെ 2ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയാണ് ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ ഒരു പുനർചിന്തനത്തിന് വിധേയനാകുന്നതാണ്. ആരാണ് ഞാൻ? തൻ്റെ കർമ്മം എന്താണ്? അല്ലെങ്കിൽ ഇതുവരെ താൻ ചെയ്ത കർമ്മം ശരിയായിരുന്നോ? അത് തനിക്ക് ഉപകാരപ്രദമായിരുന്നോ? അങ്ങനെ തന്നെ ഇനിയും തുടർന്ന് പോയാൽ മതിയോ? അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വേണ്ടതുണ്ടോ? ഈ രീതിയിലെല്ലാം ശനി നിങ്ങളെ ചിന്തിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് ബോധവാന്മാരാവുകയും തനിക്ക് പറ്റിയ അമളിയും തെറ്റുകളും കണ്ടുപിടിക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ തിരുത്തി പുതിയ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിത നിലവാരവും സാമ്പത്തിക സ്ഥിതിയുമെല്ലാം ഉയർന്നു വരുന്നതാണ്. 7ര ശനിയുടെ ദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ ഇപ്പോൾ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലുമാണല്ലോ. ആ ബുദ്ധിമുട്ടുകൾ മാറി സാമ്പത്തികമായ ഒരു നേട്ടം ശനിയുടെ ഈ വക്രം നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുമൊക്കെ കൊണ്ടുവരാനും പരിശ്രമിക്കുന്നതാണ്. രാഹു 3ൽ സഞ്ചരിക്കുമ്പോൾ ഓൺലൈനായി പഠിക്കുവാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരാം. അതുപോലെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ സമയവുമായിരിക്കും. 5ൽ സഞ്ചരിക്കുന്ന വ്യാഴൻ്റെ ദൃഷ്ടി 9ലും 11ലും ജന്മക്കൂറിലും പതിയുമ്പോൾ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായ സ്ഥിതിയിലേക്ക് വരുന്നതാണ്.
വ്യാഴൻ ഇവർക്ക് അനുകൂലമായ സ്ഥാനത്ത് വന്നിട്ടും ഇവർ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ കാരണം 2ാം ഭാവത്തിൽ 3ാമത്തെ ത്രേക്കാണത്തിൽ സഞ്ചരിച്ചിരുന്ന ശനിയായിരുന്നു. ഈ ശനി 2024 ജൂൺ 30 വക്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ആശാവഹമായ ഒരു സ്ഥിതിവിശേഷം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നതാണ്. കുംഭക്കൂറിലെ നക്ഷത്രങ്ങളാണ് അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതിയും ചതയവും പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും. ഇവരുടെ 1ഉം 12ഉം ഭാവാധിപനാണ് ശനി. ഇപ്പോൾ ജന്മക്കൂറിലാണ് വക്രം സംഭവിക്കുന്നത്. ജന്മക്കൂറിൽ വക്രനാകുന്ന ശനി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചില ചിലവുകളെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടി നമ്മൾ ചിലവഴിച്ച പണത്തിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ഒരു കണക്കെടുപ്പ് ശനി ഈ കാലഘട്ടത്തിൽ എടുത്തു എന്ന് വരാം. നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകാം. ആശുപത്രിവാസവും ഉണ്ടാകാം. കുറച്ചധികം ചിലവുകൾ കൊണ്ടുതരുന്ന കാലമായിരിക്കും ഇത്. അതിനാൽ നിങ്ങൾ സാമ്പത്തികപരമായി ഒരു അച്ചടക്കം പാലിക്കേണ്ട സമയമാണ്. ബെഡ്റൂം റിലേഷനെക്കുറിച്ചുള്ള ചില ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരാം. എങ്കിലും ശനി ആധ്യാത്മികമായ ഒരു ഗ്രഹമായതിനാൽ അത്തരം കാമനകൾ പൂർത്തീകരിക്കുവാൻ ശനി ഒരു തടസ്സമായി നിൽക്കുന്നു. വിവാഹമോചനത്തിനുള്ള ഒരു കേസ് നടത്തുന്നവർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കാലത്ത് പല കാര്യങ്ങളും രഹസ്യമായി ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും നമ്മിലുണ്ടാകുന്നു. ആശ്രമങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ, മഠങ്ങൾ എന്നീ സ്ഥാപനങ്ങൾ സന്ദർശിക്കുവാനും ഇടവരുന്നു. വിദേശയാത്രയ്ക്കും പറ്റിയ സമയമാണിത്. ശരീരത്തിൽ വാദസംബന്ധമായ വേദനകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമുള്ള ഒരു മോചനവും ഈ ശനിയുടെ വക്രം നമുക്ക് തരുന്നു. നമ്മുടെ ചില കടങ്ങൾ, ബാധ്യതകൾ ഇതെല്ലാം കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. പൈതൃകമായി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈവശം വന്ന് ചേരുന്നതുമാണ്. നമുക്ക് അറിയപ്പെടാത്ത ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് ഈ ശനിയുടെ വക്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ആത്മീയവും ആധ്യാത്മികവുമായ ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നതാണ്. ഇപ്പോൾ 4ൽ സഞ്ചരിക്കുന്ന വ്യാഴം അനുകൂല സ്ഥാനത്തല്ല എങ്കിലും വ്യാഴൻ അഷ്ടമത്തിലും 10ലും 12ലും ദൃഷ്ടിയൂന്നുമ്പോൾ രോഗങ്ങൾക്കും അനാവശ്യമായ ചിലവുകൾക്കുമെല്ലാം ഒരു ശമനം കിട്ടുന്നതാണ്. നമ്മുടെ കർമ്മമേഖല ഒന്ന് പുഷ്ടിപ്പെടുന്നതുമാണ്. ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും അനുകൂലമാണെങ്കിൽ നല്ല ഫലങ്ങൾ കൂടിയും മോശമായ ദശയും അപകാരവുമാണെങ്കിൽ ഗുണഫലങ്ങൾ കുറഞ്ഞും ഇരിക്കുന്നതാണ്. മീനക്കൂറുകാർക്ക് ശനി 11ൻ്റെയും 12ൻ്റെയും അധിപനാണ്. ഭാവാധിപത്യം കൊണ്ട് ശനി ഇവർക്ക് അനുകൂലനല്ല. എങ്കിലും 12ൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മീനക്കൂറിലെ നക്ഷത്രങ്ങളാണ് പുരുരുട്ടാതിയുടെ 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും. ശനിയുടെ ഈ വക്രഗതി നമുക്ക് കാണിച്ചു തരുന്നത് ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയ ചില ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. അത് സാധിച്ചെടുക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. മാത്രമല്ല നമുക്കുണ്ടായ ചില നഷ്ടപ്പെടുത്തലുകളെയും ഈ ശനി നമുക്ക് കാണിച്ചു തരുന്നു. ആ ആഗ്രഹം വീണ്ടും സാധിച്ചെടുക്കുവാനുള്ള ഒരു മോഹം ഇപ്പോൾ ശനി നമ്മിൽ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് എങ്ങനെ, ഏത് വിധത്തിൽ എന്നറിയാതെ നമ്മൾ കുഴങ്ങിപ്പോകുന്നു. ഇതിന് കാരണം ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന രാഹുവാണ്. രാഹു ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നു. മാത്രമല്ല ആഗ്രഹ പൂർത്തീകരണത്തിന് ഏത് മാർഗം സ്വീകരിക്കണമെന്നറിയാതെ നമ്മൾ കുഴങ്ങിപ്പോകുന്നു. ഒരു വശത്ത് ശനി നമുക്ക് തരുന്ന ആത്മീയതയും മറുവശത്ത് രാഹു തരുന്ന അതിചപലത്വവും നമ്മെ ഒരു ആശയക്കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുന്നു. എന്നാൽ രാഹു ഇപ്പോൾ നിൽക്കുന്നത് ഈ ശനിയുടെ തന്നെ നക്ഷത്രമാകയാലും വക്രനായ ശനി രാഹുവിനേക്കാൾ ശക്തനാകയാലും ഒരു പരിധിവരെ ഈ ശനി രാഹുവിൻ്റെ മോഹവലയത്തിൽ അകപ്പെടാതെ നമ്മെ നേരിലേക്ക് നയിക്കുന്നു. ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസകരം തന്നെയാണ് ശനിയുടെ ഈ വക്രഗതി. ഇതുവരെയും തനിക്ക് എന്താണ് രോഗം എന്നറിയാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ശരിക്കുള്ള രോഗം നിർണയിച്ചെടുക്കുവാനും ഫലപ്രദമായ ഒരു ചികിത്സ ലഭ്യമാക്കുവാനും ഈ ശനി വക്രം കാരണമാകുന്നു. നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ വീണ്ടെടുക്കാനും ബന്ധങ്ങൾ കുറച്ചും കൂടി ബലപ്പെടുത്തുവാനും ഇപ്പോൾ സാധിക്കുന്നു. നമ്മുടെ മുടങ്ങിപ്പോയ ചില ഉത്തരവാദിത്വങ്ങൾ ചെയ്തു തീർക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നു. നമുക്ക് നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ ശനി വക്രകാലത്ത് നേടിയെടുക്കുവാൻ സാധിക്കുന്നു. മാനസികമായ ചില ബുദ്ധിമുട്ടുകളും ആശയക്കുഴപ്പങ്ങളും സംഭവിക്കാമെങ്കിലും നമ്മുടെ 7, 9, 11 എന്നീ ഭാവങ്ങളിലേക്കുള്ള വ്യാഴൻ്റെ ദൃഷ്ടി ദാമ്പത്യപരമായ നേട്ടങ്ങളും ആധ്യാത്മികമായ നേട്ടങ്ങളും ഭൗതിക സുഖങ്ങളും കൊണ്ടുതരും. 12ൽ സഞ്ചരിക്കുന്ന ശനിക്ക് വക്രം സംഭവിക്കയാൽ ഇനിയുള്ള 5.5 മാസക്കാലം 7.5 ശനിയുടെ ദോഷം ഇവരെ ബാധിക്കുന്നതുമല്ല. ശനിയുടെ ദോഷം അകറ്റുവാൻ ശനിക്ക് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ശനിയാഴ്ച ശനീശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം കഴിപ്പിക്കുകയോ എള്ളുപായസം നിവേദിക്കുകയോ ആകാം. ആഞ്ജനേയ ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിദോഷ പരിഹാരമാണ്. കടുത്ത ശനിദോഷമുള്ളവർ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും ജലധാര, പിൻവിളക്ക് പോലെയുള്ള വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ശനിയുടെ ദോഷമകറ്റുവാൻ നല്ലതാണ്. ജാതകം അനുസരിച്ച് അനുകൂലമാണെങ്കിൽ ഇന്ദ്രനീലക്കല്ലിലുള്ള മോതിരവും ധരിക്കാം. ഇതുകൂടാതെ
ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അതിദേവതമാരെയും പ്രീതിപ്പെടുത്തിക്കൊള്ളേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.